സ്വർണ്ണവില കുത്തനെ ഇടിഞ്ഞു. 22 കാരറ്റ് 1 പവൻ സ്വർണത്തിന് 2200 രൂപയാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. ഇതോടെ പവന് 72,120 രൂപയായി. ഗ്രാമിന് 9,015 രൂപയ്ക്കാണ് വ്യാപാരം നടക്കുന്നത്. ഇന്നലെ ആഗോള വിപണിയിൽ സ്വർണ്ണവില ഔൺസിന് $3,480 വരെ ഉയർന്നിരുന്നു. ഇതോടെ കേരളത്തിൽ പവന് വില 2,200 രൂപ ഉയർന്ന് 74,320 രൂപയിലെത്തിയിരുന്നു. ഇതാണ് ഒറ്റയടിക്ക് കുറഞ്ഞത്. സമീപകാലത്ത് ഇതാദ്യമായാണ് ഒരു ദിവസം സ്വർണ്ണവിലയിൽ ഇത്രയും വലിയ കുറവുണ്ടാകുന്നത്. 18 കാരറ്റ് സ്വർണം ഗ്രാമിന് 225 രൂപ കുറഞ്ഞ് 7,376 രൂപയായി. 24 കാരറ്റ് സ്വർണത്തിന് 300 രൂപ കുറഞ്ഞ് 9,835 രൂപയിലെത്തി. വരും ദിവസങ്ങളിൽ വിലയിൽ എന്തു മാറ്റമാണ് ഉണ്ടാകാൻ പോകുന്നതെന്നാണ് സ്വർണ്ണപ്രേമികൾ ഉറ്റുനോക്കുന്നത്. ഇന്ന് കുറഞ്ഞതിന്റെ ഇരട്ടി നാളെ കൂടുമോ എന്ന ആശങ്കയുള്ളവരുമുണ്ട്. നടപ്പുവർഷം ഇതുവരെ സ്വർണ്ണവിലയിൽ 30% വർധനയുണ്ടായി. സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ പ്രിയമേറിയതോടെയാണ് സ്വർണ്ണവില പുതിയ ഉയരങ്ങളിലെത്തിയത്. ഒരു വർഷത്തിനിടെ 21,200 രൂപയാണ് കൂടിയത്. അമേരിക്കയും ചൈനയും വ്യാപാര യുദ്ധം ശക്തമാക്കിയതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിലേക്ക് വൻതോതിൽ പണം ഒഴുകുന്നത് കരുത്തുകൂട്ടുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ തീരുവ വർധനയും സാമ്പത്തിക നയങ്ങളും ഡോളറിന്റെയും US ബോണ്ടിന്റെയും വിശ്വാസ്യത നഷ്ടമാക്കുന്നു. ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിനെതിരെ ട്രംപ് വിമർശനം ഉയർത്തിയതോടെ അമേരിക്കയിൽ പലിശ കുറയുന്നതിൽ അനിശ്ചിതത്വമേറുന്നു. വിവിധ കേന്ദ്ര ബാങ്കുകൾ വിദേശ നാണയ ശേഖരത്തിലെ ഡോളർ ഒഴിവാക്കി സ്വർണത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നു. ഡീഡോളറൈസേഷൻ നടപടികൾ കൂടുന്നു. സ്വർണ്ണവിലയിൽ സമീപകാലത്തുണ്ടായ വർധന ആഘോഷമാക്കുകയാണ് ഇന്ത്യക്കാരിൽ ഒരു വിഭാഗമെന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്നു. വില ഉയർന്നു നിൽക്കുന്ന സമയമായതിനാൽ പഴയ ആഭരണങ്ങൾ മാറ്റി പുതിയ ആഭരണങ്ങൾ സ്വന്തമാക്കുകയാണ് പലരും. നിലവിൽ നടക്കുന്ന 40 മുതൽ 45% സ്വർണം വാങ്ങലും മാറ്റിവാങ്ങലെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വിവാഹ ആവശ്യങ്ങൾക്കായി സ്വർണം വാങ്ങുന്നവരൊഴികെ ഭൂരിഭാഗം ആളുകളും ഇത്തരത്തിൽ മാറ്റിവാങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. അതേസമയം നിക്ഷേപം എന്ന നിലയിൽ സ്വർണം വാങ്ങുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. പവന് 70,000 മുകളിൽ വിലയെത്തിയിട്ടും സ്വർണ്ണ ബിസ്ക്കറ്റും കോയിനും വാങ്ങുന്നവരുടെ എണ്ണത്തിൽ വർധനയുണ്ട്. ഉപയോഗത്തിനും അലങ്കാരത്തിനും സ്വർണം വാങ്ങുന്നതിൽ നിന്ന് നിക്ഷേപം എന്ന നിലയിൽ വാങ്ങി ശേഖരിക്കുകയാണ് ജനങ്ങളെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ജനുവരി മുതൽ മാർച്ച് വരെയുള്ള ആദ്യ പാദത്തിൽ മികച്ച പ്രകടനമാണ് സ്വർണ്ണ വിൽപ്പനയിലെന്ന് ജൂവലറി ഉടമകളും പറയുന്നു. വർഷം 35% വരെ ശരാശരി വരുമാനത്തിൽ വർധനവ് പ്രതീക്ഷിക്കുന്നുണ്ടെന്നും വ്യാപാരികൾ പറയുന്നു. ട്രംപിന്റെ സാമ്പത്തിക പരിഷ്കരണ നയപ്രഖ്യാപനത്തിനു പിന്നാലെ പുതിയ ഉയരത്തിലേക്ക് കുതിച്ച സ്വർണ്ണവില പ്രീമിയം വിഭാഗത്തിലും മോശമല്ലാത്ത വിൽപ്പനയാണ് നടത്തുന്നത്. വർഷം ശരാശരി 15%-ലിരുന്ന ഇടപാട് മൂല്യം 20%-ആയി വർദ്ധിച്ചു. നിലവിലെ സാഹചര്യത്തിൽ ഡിമാൻഡ് കണക്കിലെടുത്ത കോർപ്പറേറ്റ് റീറ്റെയിലർമാർ വൻതോതിൽ സ്വർണം വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്നും 10 മുതൽ 30 ഔട്ട്ലെറ്റുകളിൽ ആദ്യ പാദത്തിൽ തുറന്നിട്ടുണ്ടെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. രണ്ടാം പാദത്തിലും വൻകിട റീറ്റെയിലർമാർക്ക് കാര്യമായ ഉലച്ചിൽ സംഭവിച്ചിട്ടില്ലെന്നും റിപ്പോർട്ട് വിലയിരുത്തുന്നു. അക്ഷയ തൃതീയ പോലെയുള്ള ആഘോഷങ്ങൾക്കായി മോശമല്ലാത്ത ബുക്കിംഗ് നടന്നുവെന്നും അടുത്ത 12 മാസത്തിനുള്ളിൽ മുൻനിര വ്യാപാരികളെല്ലാം ചേർന്ന 150-നും 200-നും ഇടയിൽ ഷോറൂമുകൾ തുറന്നേക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.